ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലോകം. ഇത് ജോഗ് ഫോൾസിലേക്ക് പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ മുമ്പ് ഇത് കിട്ടുന്ന ഒരു ലേക്കാണിത്. വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഇതിൻ്റെ തീരത്താണ് ആ പ്രദേശത്തിലുള്ള ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിങ്ങളുടെയും ഗ്രേവിയാർഡുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. ഇത് പെട്ടെന്ന് ആർക്കും അട്രാക്റ്റീവായിട്ട് തോന്നില്ല. അടുത്തുനിന്ന് ഈ ഗ്രേവിയാർഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഭാഗമൊക്കെ കാണുള്ളൂ. പെട്ടെന്ന് ആരും ഇവിടെ എത്തിപ്പോയില്ല. പരിസരവാസികൾക്കൊക്കെ അറിയുന്ന സ്ഥലമാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ ഗ്രേവിയാർഡിൽ പോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഈ സ്ഥലമൊക്കെ. പിന്നെ ജോക്കോൾസ് പോവുകയാണെങ്കിൽ ഗ്രേവിയാർഡിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഞാൻ ഈ ജോഗ് ഫോൾസിൽ നിന്ന് പോയിട്ട് ഒഴിഞ്ഞു പോരുകയാണ്. പിന്നെ ഇനി എപ്പോഴെങ്കിലും ടൂറിസ്റ്റായിട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ളതൊന്നും സംവിധാനങ്ങളൊന്നുമില്ല. പുറത്ത് പോകുമ്പോൾ സങ്കടമുണ്ട്. അതുപോലെ തന്നെ പിന്നെ വിഷമമുള്ളതോടുകൂടി തന്നെ കുറേ സങ്കടങ്ങളും നടന്നിട്ടുള്ളതാണ്. ആ ഒരു ജേർണി ജോഗ് ഫോൾസിൽ ജീവിച്ചിട്ടുള്ള 27 വർഷത്തിൽ ഞാൻ ജീവിച്ചതാണ്. 14 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് അത്ര കണ്ട് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു പ്ലേസുമായി തോന്നിയിട്ടുണ്ട് എനിക്കിതിന്. ജോഗ് ഫോൾസ് മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശങ്ങളും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇതെല്ലാം നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ, ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ കീഴിലായതുകൊണ്ടായിരിക്കാം അതിനെല്ലാം ഒരു പരിമിതി ഉണ്ടാവാം. സോ എവരിബഡി വാച്ച്.